Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ക്രിസ്മസ് എക്സാം തുടങ്ങിയ ദിവസമാണ്. വളരെ ഗംഭീരമായ ഒരു ദിവസമാണ്. ആസ് യു ഓൾ നോ, ഞാൻ +1 പഠിക്കുന്നത്. ഇന്ന് നമുക്ക് +1 ഫസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. എക്സാം കഴിഞ്ഞെന്ന് വരികയാണ്. കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്ന് ഇരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ചുമ്മാ ഒന്ന് എടുത്തേക്കാം. ഇന്നത്തെ എൻ്റെ എക്സാം, നമ്മുടെ എക്സാം എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. നമുക്ക് 1:30 ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. ഒരു 4:15 ആയപ്പോൾ എക്സാം കഴിഞ്ഞു. നമ്മൾ വന്നു വീട്ടിൽ. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തേക്കുന്നത് ഹിന്ദിയാണ്. അപ്പം എനിക്ക് ഹിന്ദി എക്സാം ആയിരുന്നു. കണ്ട ഹിന്ദിയുടെ പേപ്പർ നമുക്ക് 7 പേപ്പറാണ് ഇന്നത്തോളം. ഇങ്ങനെ ഫ്രണ്ട് ബാക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഓവറോൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ഓരോ പേപ്പറേയും നോക്കാം. ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് നല്ല ഗംഭീരമായൊരു ഇൻ്റർഫേസാണ് നമ്മുടെ പേപ്പറിനുള്ളത്. 10th നിന്നൊരു വേറിട്ട സംഭവം ഞാൻ കണ്ടത്. നമുക്ക് ഇതിനകത്ത് ക്ലാസ് നമ്പറും നെയിമും എല്ലാം കണ്ടല്ല, കുഴപ്പമില്ല. ക്ലാസ് നമ്പറും നെയിമും കാണുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു കോളം കൊടുത്തേക്കുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹിന്ദിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നത് ബ്ലാ 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 ബ്ലാ. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യനാണ്. അത് ഫുൾ ആൻസർ ചെയ്യണം. അത് സിമ്പിളായിരുന്നു. എനിക്ക് ഫസ്റ്റ് 3 ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഓപ്ഷൻ എഴുതി വെച്ചിട്ട് അത് വെട്ടി കളഞ്ഞിട്ട് വേറെ ഓപ്ഷൻ എഴുതി വെച്ചേ. പിന്നെ ഞാൻ ആ ഓപ്ഷൻ തന്നെ എഴുതി വെച്ചാൽ ആ ഓപ്ഷൻ ഏതാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരും. അല്ലേ പിന്നെ അതൊന്നും തെറ്റാണെങ്കിൽ പറയാൻ പറ്റത്തില്ല. തെറ്റാകത്തില്ല കഴിച്ചത് കറക്റ്റാണെന്ന് എനിക്കറിയാം. ഞാനൊരു ആൻസർ കീ ഇങ്ങനെ നോക്കി വല്ലതും ഉണ്ടോ എന്ന്. പക്ഷേ ഞാൻ ആൻസർ കീ നോക്കിയിട്ട് തിരഞ്ഞിട്ട് കിട്ടിയില്ല ഗായ്സ്. പിന്നെ നമ്മൾ അതെല്ലാം എഴുതി അങ്ങനെ 1 തൊട്ട് 5 വരെയുള്ള പ്രശ്നം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം നല്ലപോലെ തന്നെയാണ് പോയത്. ഇനി നമുക്ക് 6 തൊട്ട് 8 വരെ 2 ചോദ്യങ്ങളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. 2 ചോദ്യാൻസറുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സാർത്ഥക് വാക്യമേം ബദലേം എന്നുള്ള ക്വസ്റ്റ്യനായിരുന്നു. അത് നമ്മൾ എഴുതി. ഞാൻ വിചാരിച്ചു 3 എഴുതണ്ടാന്ന്. പിന്നെ 3 എഴുതാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചാൽ 2 എഴുതിയാന്ന്. പിന്നെ എഴുതി വന്നപ്പോൾ ഞാൻ വിചാരിച്ചതിന് സമയം കിട്ടും. അതുകൊണ്ട് 3 എഴുതി വെച്ചേക്കാം. മനസ്സിലായോ? സാറിന് ഇഷ്ടമുള്ളതങ്ങ് എടുത്തോട്ട്. അങ്ങനല്ല, സമയം ഉണ്ടായിട്ട് എഴുതിയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ മലയാളം പിള്ളേരെല്ലായിരുന്നു എഴുതി അവരെ മറിക്കുകയാണ്. അവർ കൈ കുറയുന്ന എഴുതി. എൻ്റെ അടുത്തിരിക്കുന്ന കൊച്ചാണ് ഭയങ്കര എഴുത്തൊക്കെ. ഞാൻ വിചാരിച്ചു ദൈവമേ, ഞങ്ങൾ ഹിന്ദിക്കാരെന്ന് പറയുമ്പോൾ എഴുതി കഴിഞ്ഞ് കോട്ട് വിട്ടിരിക്കുന്ന സമയം. നമുക്ക് ബോറടിച്ചിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. നമുക്ക് എക്സാം ഹോളിൽ സംസാരിക്കാനും പറ്റുന്നില്ല. നമ്മൾ ഇങ്ങനെ എഴുതാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമുക്കൊരു ചാന്തോർ കവി എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പഠിച്ചിട്ട് പോയ ക്വസ്റ്റ്യൻ ആയിരുന്നു. പാനിക്ക് ബുൾബുൾ സംഭവം പഠിച്ചത്. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആ ഭാഗവും നല്ലതുപോലെ തന്നെ പോയി, വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ മധുരിത് ഞാൻ അപ്രീസിയേഷൻ വിചാരിച്ചു ഏത് വരുമെന്ന്. ഞാൻ വിചാരിച്ചു പ്രഡിക്ഷൻ നോക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു പ്രഡിക്ഷൻ നോക്കി പഠിക്കണ്ട, എല്ലാം പഠിക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ എങ്ങാനും പ്രഡിക്ഷൻ തെറ്റിയാൽ എൻ്റെ കാര്യത്തിൽ ഒരു പ്രഡിക്ഷൻ ആവുമല്ലോ. ഞാൻ നല്ലപോലെ വായിച്ചിട്ട് പോയി. പക്ഷേ മധുരിത് കാരണം സൈലത്തിൽ ബാബു സാർ പറഞ്ഞായിരുന്നു മധുരിതായിരിക്കും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പം എനിക്കത് എവിടെയാണ് നോക്കി ചെയ്ത്. ചിലപ്പോൾ മധുരിത് വന്നാലോ പറയാൻ പറ്റത്തില്ല. നമുക്ക് ഓൺ എക്സാം നടത്തില്ലല്ലോ. മധുരിത് വന്ന് കേസ്. പക്ഷേ ഫസ്റ്റ് ഇടയ്ക്കേറി ലാസ്റ്റത്തേൻ്റെ എനിക്ക് മറന്നുപോയപ്പോൾ അയ്യോ ഓർമ്മ കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് കിടന്ന് ഞാൻ അവിടെ കിടന്ന് തല കുത്തി മറിയായിരുന്നു. കിട്ടാതെ പിന്നെ ഞാൻ അങ്ങോട്ട് എഴുതി. കാരണം ലാസ്റ്റ് നമ്മൾ ഞാൻ ഫാവാർത്ത അങ്ങനെ എഴുതിയാതിയല്ലോ. നമ്മൾ തനിയെ കയ്യിലിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ 12 തൊട്ട് 16 വരെയുള്ള 3 ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനകത്ത് ദോഹെ, ഇത് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒരു കോഡ് വെച്ചായിരുന്നു പഠിച്ചു വെച്ചാൽ ഇത്ര ദോഹയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 5ാമത്തെ ദോഹയായിരുന്നു. സായിന്നാണ് ആ കോഡ് പഠിച്ചു വെച്ചത്. ഇബ്രാഹിം അലിയുടെ ചരിത്ര ടിപ്പണിയായിരുന്നു. ഇത് നമുക്ക് സ്കൂളിൽ തന്നായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ തന്നെയാണ് എഴുതിയത്. നമുക്ക് ട്യൂഷൻ്റെ സെക്കൻഡ് ലാംഗ്വേജില്ല ഗൈസ്. പിന്നെ ഞാൻ 14 ഞാൻ നോക്കാൻ പോയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓപ്ഷൻ ഉണ്ടല്ലോ. എനിക്ക് എന്തോ അതിനകത്ത് ഡൗട്ടാണ്, ഞാൻ അത് ചെയ്തില്ല. പകരം ഞാൻ 15, 16 ചെയ്തു. 16 നമ്മുടെ ഇതിനകത്ത് പറഞ്ഞ നമ്മുടെ സൈലത്തിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 16 15 രാംധാരി സിംഗ് ദിനകർ മറ്റേ ചാന്തോർ കവിയുടെ അയാളായിരുന്നു. പിന്നെ അത് നല്ലതായിരുന്നു. ആ ഭാഗവും അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സത്യം പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാലും നമ്മളിങ്ങനെ പറഞ്ഞുപോലെ. പിന്നെ നമ്മുടെ സംക്ഷേപം ഞാൻ ലാസ്റ്റ് ടൈമിൽ നോക്കിയിട്ട് പോയതാണ്. കാരണം വലിയ കാര്യം ചുരുക്കി എഴുതുക എന്നുള്ളത് അത് എഴുതി കേസ്. അതെനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ട കേസ്. നമ്മൾ ഈ വലിയ കാര്യം ചുരുക്കി ചെയ്തിട്ട് വലിയ മാർക്ക് വാങ്ങുന്നൊരു ഐറ്റം അത് കൊള്ളാം കേസ്. ആ ഭാഗം പ്രശ്നമായിരുന്നു. പിന്നെ നമുക്ക് 19 തൊട്ട് 22 വരെ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എഴുതേണ്ടത്. അതിനകത്തൊരു പോസ്റ്ററായിരുന്നു. പോസ്റ്ററൊക്കെ ഞാൻ തകർത്ത്. എൻ്റെ കയ്യിൽ കേസ് ഹൈലൈറ്റർ ഉണ്ടായിരുന്നു. ഞാൻ കാരണം വെച്ചാൽ കേസ്
ഈ ഹൈലൈറ്റർ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിൻ്റെ വേറെയാണ് ഫേവർ കാസ്റ്റിൻ്റെ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഡയറി ആയിരുന്നു. ഇത് അസ്ലമിൻ്റെ ഡയറി ഞാൻ ഓണം എക്സാമിന് പഠിച്ചത്. അപ്പോൾ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ടായിരുന്നു. ഞാനങ്ങോട്ട് ആരെ ബാപ്പിരേ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞെങ്കിൽ എഴുതിയിരുന്നു തൊള്ളിയൊക്കെ വെച്ച്. പിന്നെ രണ്ടാമതൊന്നും സാധനമാണ് ഈ സംഭവം, ട്രാൻസ്ലേഷൻ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എഴുതേണ്ടെന്ന് വിചാരിച്ച ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് തീരുമാനിച്ചു ഇത് എഴുതിയാൽ ശരിയാതില്ല. പക്ഷേ ഇത് നോക്കിയപ്പം ഇവർ പുതിയ വാക്കുകളുടെയൊക്കെ സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സിമ്പിളായിട്ടൊന്നും അങ്ങനെ ഞാൻ കഴിച്ചത് എഴുതി. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഫിൽമി സമേശം ഉണ്ടായിരുന്നു. അത് കേസ് ഞാൻ എന്ത് എഴുതിയെന്നറിയാമോ കേസ്? ഫിൽമി സമേശം ഞാൻ എഴുതിയ ലോകയിലെ നമ്മുടെ ലോക സിനിമയിലെ അതിൻ്റെ ഫിലിം റിവ്യൂ ആണ് എഴുതിയത്. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഫിലിം റിവ്യൂ തന്നു. അപ്പോൾ സാറ് പറഞ്ഞ ലോക തന്നു, സീതാരാമൻ തന്നു, ബ്രഹ്മാസ്ത്രം തന്നു, AR തന്നു. അപ്പോൾ ഞാൻ ലോകയെ സെലക്ട് ചെയ്തത്. കാരണം ഞാൻ മറ്റ് 2 സിനിമ ഇടയ്ക്ക് വെച്ചേ കണ്ടിട്ടുണ്ട് ലോക. പക്ഷേ ഞാൻ ഫുള്ളിരുന്ന് ഇൻട്രസ്റ്റോട് ഇരുന്ന് കണ്ട സിനിമയാണ്. സോ ഞാൻ അത് സെലക്ട് ചെയ്തു. അത് വെച്ച് നമ്മൾ ഫിലിം സമേശം തകർത്ത് കേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ എഴുതാൻ ഭയങ്കര സന്തോഷത്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 24ാമത്തെ നമ്മുടെ ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. കുറച്ച് വേർഡ്സ് വന്നിട്ട് അത് നമുക്ക് സ്കൂളിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ച ഈ സാധനമായിരുന്നു. സ്കൂളിൽ ഇറങ്ങി ചെന്നപ്പം. അപ്പം ഇത് നമ്മൾ നല്ലപോലെ എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ അതാണ് കേസ് അഡ്വർടൈസ്മെൻറ്റ് ഐസ്ക്രീമിൻ്റെ ആയിരുന്നല്ലോ. അപ്പോൾ ഐസ്ക്രീം കട ഞങ്ങൾ ശർമ്മ ഞാൻ മറ്റേതാ കുറച്ചതാന്ന് പറഞ്ഞൊക്കെ എഴുതിയൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചേ ഐസ്ക്രീമിൻ്റെ പടം വരയ്ക്കാം. ഞാൻ വിചാരിച്ച് തട്ടിക്കുട്ടിയെന്ന് വരയ്ക്കാം. പിന്നെ ഞാൻ അതവിടെ ഇട്ടിട്ട് ഡൗറി സിസ്റ്റം എന്ന് പറയുമ്പോൾ സൂചനാധികാര പത്രം ഉണ്ടല്ലോ അത് എഴുതി. അത് നമുക്ക് ഏതാ സമയം ഉണ്ടാകും നമ്മളങ്ങനെ എഴുതി കേസ്. മാർക്കറ്റ് സാറ് തരുമല്ലോ, എന്തായാലും എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. അത് എഴുതിയിട്ട് ഞാൻ 2 മണിക്കൂർ മുമ്പ് ചുമ്മാ ഇരിക്കുമായിരുന്നു ഞാനവിടെ. അങ്ങനെയാണ് ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ഈ ഐസ്ക്രീമിനില്ലേ തട്ടിക്കുട്ടി വരച്ച് ഞാനങ്ങ് മായ്ച്ചിട്ട് ഒരു വൃത്തിയായിട്ട് ബൗളൊക്കെ വരച്ച് നല്ല ഐസ്ക്രീമൊക്കെ വെച്ച് ടോപ്പിങ്സൊക്കെ വെച്ച് നല്ല കളർ ചെയ്ത് എൻ്റെ അടുത്ത് നിന്ന് സാറ് എൻ്റെ പേപ്പറിലോട്ട് രൂക്ഷമായിട്ട് നോക്കുമായിരുന്നു ഞാൻ എന്തോ ചെയ്യുന്നതെന്ന്. എന്തോ ചെയ്യാനോ കഴിച്ചു വേറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഓവറോൾ പറയുമായിരുന്നെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഹിന്ദി. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് പോയി. കാരണം ഫസ്റ്റ് ഗവൺമെൻറ് എക്സാം ആയിരുന്നു +1. സോ ഞാൻ കൈയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഭയങ്കര തണുപ്പിട്ടായ കടന്നപ്പോഴും ഇന്നലെ രാത്രിയൊക്കെ കടന്നപ്പോഴും എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. അയ്യോ നാളെ +1 ആദ്യത്തെ എക്സാമാണ്. ഭയങ്കര പേടിച്ച കേസ്. പക്ഷേ പേടിച്ച അത്രയൊന്നും ഇല്ല. പിന്നെ ഹിന്ദിയെ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ കിടക്കുന്നു ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സിയോളജി, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ കിടക്കുന്നു. സോ ഗൈസ്, അപ്പം എൻ്റെ ഹിന്ദിയെ പറ്റി പറയുകയാണെങ്കിൽ ഓവറോൾ ഒറ്റവാക്കി പറയാൻ സിമ്പിളായിരുന്നു, വെരി സിമ്പിളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻസിൽ പറയാം. പിന്നെ നാളെ ഇംഗ്ലീഷാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പഠിക്കാതിരിക്കണം. അപ്പോൾ എല്ലാവരും ഫോൺ തോണ്ടിയിരിക്കാതെ പോയിരുന്ന് പഠിച്ചു.